അതേപോലെ തന്നെ ജീന പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ആൾ തയ്യാറാവുക എന്നുള്ള ഹദീസ് നമ്മൾ ഉദ്ധരിച്ചു അവസാനം. അപ്പൊ അത് ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. ഈമാനിന്റെ പ്രഭാവം മങ്ങുമ്പോഴാണ് തെറ്റുകളിലേക്ക് മനുഷ്യൻ പോവുക എന്നാണ് ചുരുക്കം. ഇവിടെ അല്ലാഹു തആല കുഫ്ർ എന്ന് ദംബിന് പേരിട്ടത് അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കുഫ്ർ എന്നുള്ള താക്കീത് ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ്. ലിമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതും തവഅദ അലൈഹി നേരത്തെ അള്ളാഹു താക്കീതായിട്ട് അറിയിച്ചതുമായ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. താക്കീദ് എന്താ? ബിവഅദിൽ കുഫ്ർ, കുഫ്ർ എന്നുള്ള താക്കീത് ആണ് അള്ളാഹു പറഞ്ഞത്. പറഞ്ഞത് എങ്ങനെയാണ്? ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ. ഇത്തരം ചെയ്തികൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആര് ചെയ്യുന്നുവോ അവർക്കുള്ള പ്രതിഫലം ഐഹിക ജീവിതത്തിൽ അപമാനം ആയിരിക്കും, അല്ലാതെ മറ്റൊന്നല്ല എന്ന് പറഞ്ഞു. ഐഹിക ജീവിതത്തിൽ അപമാനം. അപ്പൊ അവഅദഹുല്ലാഹു തആല കമാ അവഅദ മൻ ഖബ്ലഹും വഅദഹും, അവരുടെ മുൻഗാമികളെയും പിൻഗാമികളെയും അള്ളാഹു താക്കീതായിട്ട് അറിയിച്ച പോലെ തന്നെയാണ് അവർക്കും താക്കീത് കൊടുത്തത്. എന്താ താക്കീത്? ബിഅന്നഹും യുആഖബൂന അലാ നഖ്ലി മിസാഖി ദീൻ അല്ലദി യജ്മഉഹും. അവരെല്ലാവരും ഏകീകരിക്കുന്ന ദീൻ എന്നുള്ള ആ ഘടകത്തെ, ആ ദീനാകുന്ന കരാറ് ലംഘിച്ചതിന്റെ പേരിൽ അവർക്ക് ശിക്ഷ ഉണ്ടാകും എന്നുള്ള താക്കീതാണ് അള്ളാഹു മുൻഗാമികൾക്കും പിൻഗാമികൾക്കും കൊടുത്തിട്ടുള്ളത്. അതിന്റെ ബനൂ ഇസ്രായേലിനും കൊടുത്തതെന്നർത്ഥം. അപ്പൊ അവരെ ഏകീകരിപ്പിക്കുന്ന ദീൻ എന്നുള്ള മിസാഖ്. അതുപോലെ ശരിയാത്തിലെത്തി ഹിയ മനാത്തു വഹദത്തി, അവരുടെ ഐക്യത്തിന്റെ കേന്ദ്രബിന്ദുവായ അല്ലെങ്കിൽ ഐക്യം ബന്ധിപ്പിക്കുന്ന കണ്ണിയായ ശരിയാത്തിനെ നിഷേധിച്ചതിന്റെ പേര് റിബാത്ത് ജിൻസിയത്തി. ഏതാ പേജ്? 374 374. അതിൻ്റെ അടുത്തുള്ള പേജ് വ്യത്യാസം ഉണ്ടാവും. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫാണ്, അല്ല ആദ്യത്തെ പാരഗ്രാഫിന്റെ. ആദ്യത്തെ പാരഗ്രാഫിന്റെ അവസാനം നമ്മൾ വായിച്ച് നോക്കിയതാണ്. സമ്പല്ലാഹു ജംബഹാബന കുഫ്ര എന്നുള്ള നിലക്കാണ്. അപ്പൊ ശരീഅത്തിലെത്തിയ മനാത്ത് വഹദത്തിയും വരിബാത്ത് ജിൻസിയത്തിയും അവരുടെ ജിൻസ് എന്നുള്ള ഒരു വർഗം എന്നുള്ള ആ ജിൻസിയത്തിന്റെ റിബാത്ത്, അതിനെ അംഗീകരിപ്പിക്കുന്ന കണ്ണി, അതിനാണ് അവർ ലംഘിച്ചത്. അതിന് അള്ളാഹു അവർക്ക് എന്ത് ചെയ്യും? യുആഖബൂന, ശിക്ഷ കൊടുക്കും. ശിക്ഷ എന്താ? ബിൽ ഖിസിയിൽ ആജിൽ വൽ അദാബിൽ ആജിൽ എന്നാണ്. നേരത്തെ വരുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി ധൃതിയായി വരുന്ന അപമാനവും പിന്നീട് വരാൻ പോകുന്ന ശിക്ഷയും. ആജിലായ ഖിസിയും ആജിലായ അദാബും. ആജിൽ എന്ന് പറയുമ്പോൾ ദുനിയാവത്തിൽ, ആജിൽ എന്ന് പറയുമ്പോൾ ആഖിറത്തും. അപ്പൊ ആജിലായ ഖിസിയും കൊടുക്കും, ആജിലായ അദാബും കൊടുക്കും എന്നാണ് ഇഖാബായിട്ട് അള്ളാഹു അവർക്ക് താക്കീത് കൊടുത്തത്. വഖദല്ലൽ മാഖൂൽ വശഹിദൽ വുജൂദ് ബിഅന്നഹു മാ മിൻ ഉമ്മത്തിൻ ഫസഖത് അൻ അംരി റബ്ബിഹ വഅതദത് ഹുദൂദ ശരീഅത്തിഹ ഇല്ലാ വൻതകസ ഖത്ലുഹ വതഫറഖ ശംലുഹ വനസല ബിഹ ദുല്ലു വൽ ഹവാൻ വഹുവൽ ഖിസ്യുൽ മുറാദ് ഫിൽ ഖുർആൻ. എന്നിട്ട് പറയാണ് വഖദല്ലൽ മാഖൂൽ, നമ്മുടെ മാഖൂല്, അതായത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുന്നതാണ് മാഖൂൽ എന്ന് പറയാം. അത് നമ്മെ അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ ഷഹിദൽ വുജൂദ്, ലോകം സാക്ഷി നിന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ബി അന്നഹു, കാരിതാണ്, മാമിൻ ഉമ്മത്തിൻ ഫസഖത്തൻ അംരി റബ്ബിഹ, തങ്ങളുടെ റബ്ബിന്റെ കൽപ്പനയിൽ നിന്ന് തെന്നിത്തെറിച്ച ഒരു ഉമ്മത്തും തന്നെ, അതുപോലെ വാഴ്ത്തദത്ത് ഹുദൂദ ശരീഅത്തിഹ, തങ്ങളുടെ ശരീഅത്തിന്റെ ഹദ്ദുകളെ അതിലംഘിച്ച ഒരു ഉമ്മത്തും തന്നെ, ഇല്ലാ വൻതകസ ഫത്ലുഹ, അവരുടെ ഐക്യം തകരാറാവാതെ പോയിട്ടില്ല എന്ന്. ഫത്ൽ എന്ന് പറഞ്ഞാല് പിരിച്ചെന്ന, അവരെ പിരിച്ചു മുറുക്കിയ പിരി എന്ത് ചെയ്യും? ഇന്തകസ, ഉടഞ്ഞു പോകും. അതാണ് ഐക്യം തകരാറാവുന്നത്. അപ്പൊ തഫറഖ ഷംലു, അതിന്റെ അർത്ഥം തന്നെ അവരുടെ ഷംലി പറഞ്ഞാല് ജമ്മ തഫറുഖ, അഥവാ ഐക്യം ശിഥിലമാവും. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് തെന്നിത്തെറിച്ച ഒരു കൗമ്, അള്ളാഹുവിന്റെ ഹദ്ദുകൾ അലംഘിച്ച ഒരു കൗമ് ആകെ തകർന്നു പളിസാവും. നസല ബിഹ ദുല്ലു വൽ ഹവാൻ, അവർക്ക് നിന്യത, പതിത്വം അവരിൽ വന്ന് ഭവിക്കും. വഹുൽ ഖിസ്യുൽ മുറാദ് ഫിൽ ഖുർആൻ, അതാണ് ഖിസ്യുൽ ഹയാത്തി ദുനിയ, അല്ലെങ്കിൽ ഖിസ്യുൽ ആജിൽ എന്നൊക്കെ പറഞ്ഞ സംഗതി. ഖുർആനിൽ പരാമർശിച്ച മുറാദ്, ഖുർആനിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം ആയിട്ടുള്ള ഖിസ്യ അതാണ്. വഹാദിഹി ഹിയ സുന്നത്തുൽ ഖലീഖ, ഇതാണ് ഖലീഖത്തിൽ, അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ നടപടിക്രമം. സുന്നത്തുൽ ഖൽഖ് എന്നർത്ഥം തന്നെയാണ് സുന്നത്തുൽ ഖലീഖ എന്ന് പറഞ്ഞത്. സൃഷ്ടിപ്പിലെ നടപടിക്രമം ഇങ്ങനെയാണ്. ദക്കറഹ, അള്ളാഹു ഇത് പരാമർശിച്ചത് ലിയഅ്തബിറ ബിഹ, ഇത് കണ്ട് ഗുണപാഠം ഉൾക്കൊള്ളാനാണ്. മൻ സറഫത്തുഹു അൽ ഗഫലത്തു അൻഹ, ഗഫലത്ത് കൊണ്ട് ഇതിൽ തെന്നിപ്പോയുള്ള ആൾക്കാരുണ്ട്, അഥവാ ഗഫലത്ത് അവരെ തെറ്റിച്ചിട്ടുള്ള ആൾക്കാർ. ആരെയാണോ ഗഫലത്ത് ഇതിൽ തെറ്റിച്ചത് അവർ വീണ്ടും തിരിച്ചു വന്ന് ഗുണപാഠം പഠിക്കാൻ വേണ്ടിയാണ് ഇത് അള്ളാഹു പറഞ്ഞത്. ഇതാണ് അപ്പോ ദുനിയാവിലുള്ള അദാബുൽ ആജിൽ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഖിസ്യുൽ ആജിൽ. ഇനി അൽ അദാബുൽ ആജിൽ അതെന്താ? വമൽ അദാബുൽ ആജിൽ,
അല്ലെങ്കിൽ അബ്ബറാൻ ബിഖൗലിഹി വയൗമൽ ഖിയാമ യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. അല്ലാഹു തആല യൗമുൽ ഖിയാമയിൽ അവർ കൂടുതൽ അശദ്ദായ അദാബിലേക്ക് തള്ളി നീക്കപ്പെടും എന്ന് വന്ന വാക്കിലൂടെയാണ് അവർക്കുള്ള ആജിലായ അദാബിനെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. ഫഹുവ അലാ കൗനിഹി മിൻ ആലിമിൽ ഗൈബ് മഖൂലുൽ മാന. ഇത് ആലിമുൽ ഗൈബിലെ വിഷയമാണെങ്കിൽ പോലും മഖൂലുൽ മാന, അതിന്റെ ആശയം നമുക്ക് പിടികിട്ടും. എന്താ വെച്ചാൽ അവർ ചെയ്ത വേണ്ടാത്തരത്തിലുള്ള ശിക്ഷ പരലോകത്ത് കൊടുക്കുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. അതാണ് മഖൂലുൽ മാന. നമുക്ക് അതിന്റെ ആശയം മനസ്സിലാവും. സംഗതി ആലിമുൽ ഗൈബിലെ വിഷയമാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അനുഭവമില്ലാത്ത ഒരു ലോകത്തെ കാര്യമാണ്. എന്നാൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. വഹാദിൻ ഇലാ ഹിക്മത്തിൻ വലിയ, കൂടുതൽ അത്യുന്നതമായ ഒരു ഹിക്മത്തിലേക്ക് അത് നമ്മളെ നയിക്കുന്നതുമാണ്, മഖൂലുമാനയുമാണ്. ذلك എന്താ കാര്യം? أن النفوس البشرية إذا سهل مريرها واختلت بفساد الأخلاق أمورها وكثرت في هذا العالم شرورها حتى سلبت ما أعده الله تعالى من حافظ على الحقيقة واستقام على الطريقة تكون جديرة بأن تسلب في الآخرة ما أعده الله تعالى للأرواح العالية. എന്താ കാര്യം എന്ന് വെച്ചാൽ أن النفوس البشرية മനുഷ്യന്മാരാകുന്ന വ്യക്തികൾ, മനുഷ്യന്റെ നഫ്സുകൾ അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയാം. സഹല മരീറുഹ, മരീർ എന്ന് പറഞ്ഞാൽ ബലമുള്ളത്, ശക്തിയുള്ളതെന്നൊക്കെയാണ്. സഹല എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കിന്റെ അർത്ഥം മലപ്പുറം ഭാഷ പറഞ്ഞാൽ തോലി കഴിക്കുക എന്നുള്ള, തോലി കീച്ച. അപ്പോ രാഗുക അല്ലെങ്കിൽ തോലി കഴിക്കുക, പിന്നെ അതൊക്കെ. അപ്പൊ സഹല മരീറുഹ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രൈസാണ്. അതായത് ശക്തി ചോരുകയും അതിന്റെ ഗുണവശങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യ വ്യക്തിത്വം അല്ലെങ്കിൽ മനുഷ്യ പ്രകൃതം അതിന്റെ ശരിയായ ഗുണവശങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വഖ്തല്ലത്ത് ബി ഫസാദിൽ അഖ്ലാഖി ഉമൂറുഹ, ഖുലുഖ് മോശമാവുക വഴി അവരുടെ കാര്യങ്ങളൊക്കെ തകരാറിലായി കഴിഞ്ഞാൽ, സ്വഭാവം മോശമായി അതിലൂടെ കാര്യങ്ങളൊക്കെ തകരാറിലായി, അങ്ങനെ ആയാൽ പിന്നെ വകസുറത് ഫി ഹാദൽ ആലം ശുറൂറുഹ, ഈ ലോകത്ത് ആ മനുഷ്യ മനസ്സുകളുടെ നഫ്സുകളുടെ ഷെറുകൾ വളരെ അധികരിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് എത്രത്തോളമായി ഹത്താ സുലിബത്ത് മാ അദ്ദഹുല്ലാഹു തആല, അള്ളാഹു ഒരുക്കി വെച്ച സംഗതികൾ പോലും ആ വ്യക്തികൾക്ക് സുലിബത്ത് നഷ്ടമായി. ആർക്ക് ഒരുക്കി വെച്ചത്? ലിമൻ ഹാഫളു അലൽ ഹഖീഖ വസ്തഖാമു അല തരീഖ, ഹഖീഖത്തിന് സത്യത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക്, ശരിയായ വഴിയിലൂടെ മുസ്തഖീമായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഗുണങ്ങൾ, ആ ഗുണങ്ങൾ പോലും അവരിൽ നിന്ന് കവർന്നെടുക്കപ്പെടുന്ന വിധം അവരാകെ തകരാറിലായാൽ, മോശക്കാരായാൽ, സാംസ്കാരികമായി ധാർമ്മികമായിട്ട് അവർ ആകെ കുത്തിയാൽ എന്താവും? തെക്കൂന് ജദീറത്തൻ, അവിടെയാണ് ഖബർ വരുന്നത്. തെക്കൂന് ആ വാദ്യത്തിന്റെ ഖബർ അവിടെ ഉണ്ട്. തെക്കൂന് ജദീറ, ആ സമുദായം ഹഖീഖത്ത് അർഹമായി തീരും. ഉന്നതമായ റൂഹുകൾക്ക് അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചത് അവർക്ക് നഷ്ടപ്പെടും. അതിന് തികച്ചും അവർ യോഗ്യരായി മാറും. ദുനിയാവും തന്നെ അവർ കൊള്ളരുതാത്തവരായി, അള്ളാഹു ഉള്ള ഗുണങ്ങൾ നഷ്ടപ്പെടുത്തിയ ആൾക്കാരായി മാറിയാൽ പരലോകത്ത് അതേപോലെ അതിനേക്കാൾ ഉപരി അവര് നന്മ മസ്ലൂബാവാൻ അർഹരായി തീരുന്നർത്ഥം. വിശുദ്ധ വ്യക്തിത്വങ്ങൾക്ക് വാഗ്ദാനമായി നൽകപ്പെട്ടതിനുള്ള പരലോകത്ത് അത് അവർക്ക് നഷ്ടപ്പെടാൻ അവർ അർഹരാകും എന്നാണ്. ഫഇന്ന സഅദത്തദ്ദാർ അദ്ദുനിയ ലം തകുൻ അജ്റൻ അലാ അമാൽ ബദനിയ ലാ തതഅല്ലഖ് ബിസലാഹി നഫ്സ് ഫീ ഖുലുഖിൻ വലാ നിയ്യ വഇന്നമാ ഹിയ സമറത്തു തസ്കിയത്തി നഫ്സ് അല്ലതി യതവസ്സൽ ഇലഹാ ബിഅമലിൽ ഹിസ്. فإذا كان هذا الشأن سعادة الدنيا فكيف يكون نعيم الآخرة جزاء حركات جسدية. എന്താ ഒരു പോയിന്റ് പറഞ്ഞു വെച്ചാൽ ഫഇന്ന സഅദത്ത ദാരി ദുനിയ, ഐഹിക ലോകത്തുള്ള പിന്നെ സുഖം എന്ന് പറയുന്നത്, സഅദത്ത് എന്ന് പറയുന്നത് ലം തകുൻ അജ്റൻ അല അമാൽ ബദനിയ, അത് ശാരീരികമായി ചെയ്യുന്ന ചില അമലുകൾക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം എന്നുള്ള ആൾക്ക് മാത്രം വരുന്നതല്ല. ഫിസിക്കലി ചെയ്യുന്ന കുറെ അമലുകൾക്കുള്ള ഒരു പ്രതിഫലം എന്നുള്ള ആൾക്ക് മാത്രം വരുന്നതല്ല എന്ത് ഈ ലോകത്തുള്ള സാധത്ത് സുഖം. എന്താ സ്വഭാവം അല്ലെങ്കിൽ നിയ്യത്ത് ഇത്തരം കാര്യങ്ങളുമായി സലാഹു നഫ്സുമായി ബന്ധപ്പെടാതെ ബദനിയത്ത് അമലിന് മാത്രം കിട്ടുന്ന ഒന്നല്ല എന്നർത്ഥം. പിന്നെയോ വൈന്നമാഹിയ സമറത്തു തസ്കിയത്തിൻ നഫ്സ്, ഈ ദുനിയാവിൽ ഒരാൾ സഈദാവാൻ എന്നാൽ അയാളുടെ നഫ്സ് മുസക്കാത്താവുമ്പോൾ അതിന്റെ ഉപോൽപ്പന്നമായി കിട്ടുന്ന സംഗതിയാണ്. തസ്കിയത്തിൻ നഫ്സിന്റെ റിസൾട്ടാണ്, സമറത്താണ് എന്ത് ദുനിയാവിലെ സാദത്ത് എന്നുള്ളത്. അലത്തി ഏതാണ് തസ്കിയത്തുൻ നഫ്സ്? യുതവസ്സൽ ഇലൈഹ ബി അമലിൽ ഹിസ്. തസ്കിയത്തുൻ നഫ്സ് കിട്ടാൻ നമ്മൾ മാർഗമായി സ്വീകരിക്കുന്നത് എന്താണ്? ഹിസ്സിന്റെ അമലാണ്. അതായത് കയ്യും കാലും കണ്ണും കാലും കാലൊക്കെ വെച്ചിട്ടുള്ള അമലുകളാണ്, പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പൊ ഹിസ്സിന്റെ അമലിലൂടെ നാം നേടിയെടുക്കുന്ന തസ്കിയത്തുൻ നഫ്സിന്റെ ഫലമായിട്ട് കിട്ടുന്നതാണ്
ദുനിയാവിലെ തന്നെ സുഖം എന്ന് പറയുന്നത്. അഥവാ അത് സാംസ്കാരികതയും ധാർമ്മികതയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാത്തൊരു സുഖം ദുനിയാവിൽ തന്നെ അല്ല. അപ്പൊ ഇതൊക്കെയാണ് സാദത്തി ദുനിയ, ദുനിയാവിലെ സുഖത്തിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ കൈഫയക്കുനു ന്യായമുൽ ആഖിറ ജസാ ഹർക്കാത്തിൻ ജസദിയ, എങ്ങനെയാണ് വെറും ശാരീരികമായ ചില ചലനങ്ങളുടെ ഫലമായി ന്യായമുൽ ആഖിറത്താവുക? ഒരിക്കലില്ലല്ലോ. അപ്പൊ ദുനിയാവില് അഥവാ ശരീരപ്രധാനമായ ദുനിയാവ് തന്നെ വെറും ശാരീരികമായി ഫിസിക്കലി ആയിട്ടുള്ള അമലുകളുടെ ഫലമായി കിട്ടുന്ന അല്ല ഇവിടുത്തെ സാദത്തെങ്കിൽ, മറിച്ച് മനസ്സും സലാഹും സാംസ്കാരികതയും ധാർമ്മികതയൊക്കെ ഉൾപ്പെടുന്ന സംഗതിയാണ് ദുനിയാവിൽ തന്നെ സാദത്തെങ്കിൽ പരലോകത്തത് എങ്ങനെയായിരിക്കും? വഹിയദാറുല്ലത്തി തഗ്ലിബു ബിഹ റുഹാനിയ്യ, പരലോകം എന്ന് പറഞ്ഞാൽ റുഹാനിയത്തിന് വലിയ മേധാവിത്വമുള്ള ലോകമല്ലേ, ആത്മീയതക്ക് വലിയ മേധാവിത്വമുള്ള ലോകമല്ലേ പരലോകം. അള്ളാഹു പറഞ്ഞു വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അർത്ഥം പറയണ്ടില്ലാന്ന് തോന്നുന്നു. അപ്പൊ നഫ്സിന് അള്ളാഹു നൽകിയ പ്രകൃതവും അതിന് അള്ളാഹു ബോധമായി അല്ലെങ്കിൽ ബോധനമായി നൽകിയ ഫുജൂറും തഖ്വയും ഒക്കെയാണ് എടുത്തു പറയുന്നത്, സത്യം ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു നഫ്സിന് തസ്കിയത്താക്കിയവൻ വിജയിച്ചു, അതിനെ തജ്സിയത്ത് ചെയ്ത മലിനപ്പെടുത്തിയ ആള് പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം മനസ്സും മനസ്സിന്റെ നന്നാവലും തന്നെയാണ് ദുനിയാവിലെ പോലും സാദത്തിന്റെ ആധാരമെങ്കിൽ പരലോകത്ത് പിന്നെ ശരീരപ്രധാനമല്ലല്ലോ, ആത്മീയപ്രധാനമല്ലേ. അവിടെ എന്തായിരുന്നാലും അങ്ങനെ ആവില്ലേ എന്നാണ് റഷീദുള്ള സമർത്ഥിക്കുന്നത്. ഇനി ആയത്തിന്റെ അവസാന ഭാഗം 86-ാമത്തെ ഓർമ്മ. അതെ, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച് അള്ളാഹു ഗാഫിലല്ല എന്നാണ്. ബൽ പിന്നെയോ ഹുവ മുഹീത്തുൻ ബിഹി, നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച് അള്ളാഹു മുഹീത്താണ്, അതിനെ പൂർണ്ണമായും വലയം ചെയ്ത് അതിന് നാനാവശങ്ങളും അറിയുന്നവനാണ്. ലാ യഖ്ഫാ അലൈഹി മിൻഹു ഷൈഉൻ, അതിൽ നിന്നൊന്നും അള്ളാഹുവിന് ഖഫിയാകാൻ പോകുന്നില്ല, എല്ലാം അള്ളാഹുവിന് വാളിഹാണ് എന്നർത്ഥം. വഖദ് ഖറഅ ആസിമുൻ ഫി റിവായത്തിൽ മുഫല്ലൽ തുറദ്ദൂന, അവിടെ പിന്നെ യൗമുൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് എന്നുള്ള അടുത്ത് ആസിമിന്റെ ഖിറാഅത്തിൽ തുറദ്ദൂന എന്ന് മുഖാത്തബ അതിന്റെ സീഗ ഉപയോഗിച്ചിട്ടുണ്ട്. മിൻകും എന്നുള്ള ആ ഒരു ഖിതാബാണുണ്ടല്ലോ, ആ ഖിതാബിനോട് യോജിക്കുന്ന വിധം തുറദ്ദൂന എന്നുള്ള ഖിതാബിന്റെ സീഗ ഒരു ഖിറാഅത്തായിട്ട് വന്നിട്ടുണ്ട്. കമാ ഖറഅ അൽ ജംഹൂർ തഅമലൂന, യാമലൂന എന്നുള്ളതിന് തഅമലൂന എന്നാണ് ജംഹൂർ പറയുന്നത് അവിടെ ഖിതാബിൽ ദാലിക. എന്നാൽ വഖറ ഇബ്നു കസീർ നാഫി വആസിം ഫി റിവായത്ത് അബീ ബക്കർ വയാഖൂബ് യാമലൂന അലൽ ഗൈബ ലിദുൽ ഇലാ മൻ യഫ്അലു വമാ ജസാഉ മൻ യഫ്അലു, അങ്ങനെ ചെയ്യുന്നവർക്കുള്ള ജസാ എന്ന് പറയുമ്പോൾ മൻ യഫ്അലു ഗൈബാശിയാണ്. അതിനോട് യോജിച്ചുകൊണ്ട് യാമലൂന എന്നുള്ള ഖിറാഅത്താണ് നാഫിയ, ആസിം, ഇബ്നു കസീർ പോലുള്ളവരുടെ ഒക്കെ അടുക്കൽ വന്നിട്ടുള്ളത്. അപ്പോ ഖിതാബിന്റെ സീഗയും ഗായിബിന്റെ സീഗയും രണ്ടും വന്നു എന്നർത്ഥം. സുമ്മ അഖദല്ലാഹു തആല ദാലിക്കൽ വഈദ അശ്ശദീദ വബയ്യന സബബഹു ബിഖൗലിഹി ഉലൈക അല്ലദീന ഇശ്തറൗൽ ഹയാത്ത ദുനിയാ ബിൽ ആഖിറ. പിന്നെ ഈ കടുത്ത താക്കീത്, ആ താക്കീദിന്റെ സബബ് അല്ലാഹു തആല ബയാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ താക്കീത് ഒന്നുകൂടി തൗക്കീദ് ചെയ്തു, എന്നിട്ട് ഒന്നുകൂടി അതിന്റെ സബബ് അല്ലാഹു തആല വിവരിക്കുകയും ചെയ്തു. വിവരിച്ച എങ്ങനെയാണ്? ഇവരെന്ന് പറഞ്ഞാൽ ഇശ്തറൗൽ ഹയാത്ത് ദുനിയാ ബിൽ ആഖിറ, ആഖിറം കൊടുത്തിട്ട് പകരം ദുനിയാവിൽ ഹയാത്ത് വാങ്ങിയവരാണ്. ഐ എന്ന് വെച്ചാൽ ജഅലു ഹുലൂലഹു മിൻ ഹയാത്തി ദുനിയ ബദലൻ മിനൽ ആഖിറ ബിമാ ഫറതു ബി നബില്ലാഹ് വഅഹ്മലു മിൻ ശരീഅതിഹി ഹത്താ ലം യത്തബിഉ മിൻഹാ ഇല്ലാ മാ യുവാഫിഖു അഹ്വാഅഹും വല യുഅർദു ശഹവാതിഹിം. അപ്പോൾ എന്താ ചെയ്തത്? അവർ ദുനിയാവിനെ സ്വീകരിച്ചു, ആഖിറം വിട്ടിട്ട്. ബദലൻ മിനൽ ആഖിറ, പരലോകത്തിന് പകരം ഹയാത്ത് ദുനിയയിലെ ഹല്ലുകളാണ്, വിഹിതങ്ങളാണ് അവർ സ്വീകരിച്ചത്. എങ്ങനെ ചെയ്തത്? ബിമാ ഫറതു ബി നബില്ലാഹ്, അള്ളാഹുവിന്റെ ഭാഗത്ത് അവർ വീഴ്ച വരുത്തിയത് മുഖേന. വഅഹ്മലു മിൻ ശരീഅതിഹി, അള്ളാഹുവിന്റെ ശരീഅത്തിനെ അവർ അപ്രധാനമായി നിസ്സാരമായി കണ്ടത് വഴി. ഹത്താ ലം യത്തബിഉ മിൻഹാ ഇല്ലാ മാ യുവാഫിഖു അഹ്വാഅഹും, അള്ളാഹുവിന്റെ നിയമ നടപടികളിൽ നിന്ന്, നിയമപാഠത്തിൽ നിന്ന് അവർക്ക് അവരുടെ ഹവക്ക് യോജിക്കുന്നത് മാത്രം അവർ ഇത്തിബാ ചെയ്തു. അതുപോലെ അവരുടെ ശഹവത്തിന് എതിരില്ലാത്തത് മാത്രം അവർ ഇത്തിബാ ചെയ്തു. കൽ ഹമിയ അല്ലത്തി ഹമിലത് കുല്ല ഹലീഫ് അൽ ഇന്തിസാർ ലിമുഹാലിഫി അൽ മുശ്രിക്. ഏതുപോലെ വെച്ചാൽ അവര് മതമൊന്നും പരിഗണിക്കാതെ അവർ ചെയ്ത ചില സംഗതികളുണ്ടായിരുന്നു. ഒരു ഹമിയത്ത്, ഒരു വാശി, ഒരു വൈരം, വീറ് എന്നൊക്കെ പറയാം. എന്താ വീറ്? അല്ലത്തി ഹമലത്ത് കുല്ല ഹലീഫ് അൽ ഇന്തിസാർ മുഹാലിഫി അൽ മുശ്രിക്. ഓരോ പിന്നെ യഹൂദ കക്ഷി, നേരത്തെ പറഞ്ഞല്ലോ മുശ്രിക്കുകളോട് സഹവാസം ഉണ്ടായിരുന്നവരോ അല്ലാത്തവരൊക്കെ. അപ്പൊ മുശ്രിക്കായിട്ടുള്ള തന്റെ സഖ്യകക്ഷിക്ക് വേണ്ടി ഇന്തിസാർ ചെയ്യുക അഥവാ പ്രതികാരം ചോദിക്കുക എന്നുള്ളതിന് അവരെ പ്രേരിപ്പിച്ച ഒരു ഹമിയത്ത് ഉണ്ടായിരുന്നു. അപ്പം മതം പോലും വിട്ടിട്ട് അവരവരുടെ കൂട്ടുകെട്ടിന് പ്രാധാന്യം കൊടുക്കുകയാണ്.
മുല്ലാഹറത്തിഹി ഇയ്യാഹു അലാ ഖൗമിഹി, തന്റെ ഖൗമിനെതിരിൽ ഈ മുശ്രിക്കായ തന്റെ സഖ്യകക്ഷിയെ സഹായിക്കുക. അല്ലദീന തജ്മഉ ബിഹിം റാബിത്തത്തുദ്ദീൻ, ആരാണ് ഈ ഖൗം എന്ന് പറഞ്ഞാൽ മതപരമായ റാബിത്തയാണ് അവരെയും തന്നെയും ഒരുമിച്ച് കൂട്ടുന്നത്. അങ്ങനെ മതപരമായ റാബിത്ത കൊണ്ട് ഒരുമിച്ച് കൂട്ടുന്ന തന്റെ സ്വന്തം ദീനപ്പെട്ട ആൾക്കാരെ പോലും മാറ്റി നിർത്തിയിട്ട് തന്റെ കക്ഷിക്കാരെ, മുശ്രിക്കായ ആൾക്കാരെ സഹായിക്കുകയും ഇവരെ പിന്തുണയ്ക്കുകയും ചെയ്യും. അപ്പൊ റാബിത്ത് ദീൻ വൻ നസബ്, കുടുംബവും ദീനും എന്ന റാബിത്താണ് അവർ ബന്ധിപ്പിക്കുന്നത്. പക്ഷെ അത് രണ്ടും വിട്ടിട്ട് പുറമക്കാരായ ഹലീഫുകളെ, ഔസ് ഹസറജ് പോലുള്ള ആൾക്കാരെ അവരെന്ത് ചെയ്യുന്നു? വാരിപ്പുണരുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് അവർ. അതുകൊണ്ടാണ് ദുന്യാവിനെ സ്വീകരിച്ചു ആഖിറം മുറ്റവും എന്ന് പറഞ്ഞിട്ട് ഫലാ യുഖഫഫ അൻഹുമുൽ അസാബ്. അതുകൊണ്ട് തന്നെ അതിനാൽ തന്നെ ലാ യുഖഫഫ അൻഹുമുൽ അസാബ്, അസാബ് അവർക്ക് ലഘൂകരിക്കപ്പെടുന്ന പ്രശ്നമല്ല. എന്താ കാര്യം? ലിഅന്ന ഇല്ലതഹു ദാത്തിയ്യത്തുൻ ഫീഹിം, അസാബിന് ആവശ്യമായ കാരണം അവരിൽ ദാത്തിയായി തന്നെ ഉണ്ട്, അവരുടെ ദാത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ട്. വഹിയ, അതാണ് ദുൽമത്തു അർവാഹിഹിം വഫസാദു അഖ്ലാഖിഹിം, അവരുടെ റൂഹിന്റെ അന്ധകാരം, അവരുടെ സ്വഭാവത്തിന്റെ തകരാറ്. ഇതാണ് അതിനുള്ള കാരണം, അള്ളാഹുവിന്റെ അദാബിനുള്ള കാരണം. അത് അവരിൽ ശരിക്കും നിലനിൽക്കുന്നുണ്ട്. വലാഹു മിൻസറൂൻ, പിന്നെ പറഞ്ഞവർക്ക് നസ്റും കിട്ടാൻ പോകുന്നില്ല. ബി ഷഫാഅത്തി ഷാഫിഈൻ ഔ വിലായത്തി വലിയ്യിൻ മിൻ ദൂനില്ല, അള്ളാഹിന്റെ പുറമെ ഒരു വലിയന്റെ വിലായത്തിലൂടെ, ഒരു ഷാഫിന്റെ ഷഫാഅത്തിലൂടെ ഒരു തരം സഹായം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. സൂറത്തുൽ ബഖറയിൽ തന്നെ പിന്നെ ആയത്തുൽ കുർസിയിലുള്ള ഭാഗം അവിടെ ഉദ്ധരിച്ചു, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി എന്നുള്ളത്. അള്ളാഹിന്റെ അടുക്കൽ അവന്റെ അനുവാദം അല്ലാതെ ആര് ഷഫാഅത്ത് പറയും. വഅന്നാ യുഅ്സൻ ബിശ്ശഫാഅ ലിമൻ സുജ്ജറത് അലൈഹിം അശ്ശിഖാ അഅമാലുഹും സജ്ജറത് അലൈഹിം അശ്ശിഖാ അഅമാലുഹും ബിഹാത്തത്തിൽ ഖതായ ബിഹിം മിൻ കുല്ലി ജാനിബ്. വഅന്നാ യുഅ്സൻ, എങ്ങനെയാണ് ഇതിന് കിട്ടുക? ബിശ്ശഫാഅ, ഷഫാഅത്തിന്റെ ഇതിന് കിട്ടുക. അല്ലെങ്കിൽ അന്നാ യുഅ്സൻ, അവിടെ ഫായില് അള്ളാഹ് എന്നുള്ള ളമീറിൽ കാണും. അള്ളാഹു എങ്ങനെ അനുമതി കൊടുക്കും? ഷഫാഅത്തിന്റെ അനുമതി ലിമൻ, ഒരു കൂട്ടർക്ക്. ആരാണ് ഈ കൂട്ടർ? സജ്ജലത്ത് അലൈഹിം അശ്ശിഖാ അഅമാലുഹും, അവരുടെ അമലുകൾ അവർക്ക് ഷിഖാഇനെ റെക്കോർഡാക്കിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അമലുകളാണ് സജ്ജലത്തിന്റെ ഫായില്. അവരുടെ അമലുകൾ അവർക്ക് ഷിഖാഇനെ റെക്കോർഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബിഹാത്തത്തി അൽ ഖതായ ബിഹിം മിൻ കുല്ലി ജാനിബ്, എന്ന് വെച്ചാൽ ഖതായ, പാപങ്ങൾ അവരെ സകല ഭാഗത്തൂടെയും വലയം ചെയ്യുക വഴി എന്നർത്ഥം. ഹത്താഹദത്ത് അലൈഹിം തരീഖ റഹ്മ, അങ്ങനെ അത് വലയം ചെയ്ത് അവർക്ക് റഹ്മത്തിന്റെ വഴി പോലും അത് പിടികൂടി, അഥവാ ആ വഴി പോലും അടച്ചു. വഖതാഅത്ത് അലൈഹിം ഇഖ്തിയാരിഹിം സബീല റിദ്വാനില്ലാഹി, അവരുടെ ആ ഇഖ്തിയാറിലൂടെ അവർക്ക് അള്ളാഹുവിന്റെ റിദ്വാനിന്റെ വഴി അവർക്ക് ഈ പിന്നെ ഖതായ അടച്ചു. ഫമിനൽ ജഹ്ലി ഇഹ്മാലുഹും അൽ അംറ വന്നഹ്യ, അവർ കാണിച്ച ജഹ്ലി എന്ന് പറഞ്ഞാൽ ആ ജഹ്ലിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ കൽപ്പനയെയും നിരോധനത്തെയും അവർ ഇഹ്മാൽ ചെയ്തുള്ളത്. തീരെ മൈൻഡ് ചെയ്തില്ല, അതാണ് ഇഹ്മാലാണ്, അവഗണിക്കുക എന്നുള്ളത്. പിന്നെ അവൻ അഖ്ലുഹും മീസാഖ് അല്ലാഹി തആല, അള്ളാഹുവിനോടുള്ള കരാർ ലംഘിക്കുക എന്നുള്ളതും അവരുടെ ജഹലിന്റെ ഭാഗമാണ്. എന്തെല്ലാം ലംഘിച്ചത്? ഫി അഹമ്മി മാ വാസഖഹും ബി, അള്ളാഹു അവരോട് കരാർ വാങ്ങിയ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളിൽ പോലും അവരെ ലംഘിച്ചു. അത് അവരുടെ ജഹലാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും അവരതിനെ അവലംബിച്ച എന്താ? ഷഫാഅത്തുകാരുണ്ട് നമുക്ക്, അവർ ഷഫാഅത്ത് ചെയ്യും, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ്. അതാണ് അവർക്കുള്ള കുറ്റത്തിന്റെ മടങ്ങ് വർദ്ധിപ്പിച്ചത്. അള്ളാഹ് പറഞ്ഞു, വലാ യശ്ഫഉന ഇല്ലാ ലിമൻ ഇർതളാ വഹും മിൻ ഖശ്യതിഹി മുശ്ഫിഖൂൻ, സൂറത്തുൽ അംബിയായിലാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് പറയില്ല പിന്നെ ആർക്ക് വേണ്ടിയല്ലാതെ, ഇല്ലാ ലിമൻ ഇർതളാ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ. ഇത് ഷഫാഅത്തിന്റെ ഗുണഭോക്താക്കളെ അള്ളാഹു ആദ്യം തൃപ്തിപ്പെടണം നടത്തും, അതാ വിഷയം. ഇല്ലാ ലിമൻ ഇർതളാ, അള്ളാഹു തൃപ്തിപ്പെട്ടത് ആർക്ക് വേണ്ടിയാണോ അവർക്ക് വേണ്ടി മാത്രമേ ഷഫാഅത്തുകാർ ഷഫാഅത്ത് പറയുള്ളൂ. വഹും മിൻ ഖശ്യതിഹി മുശ്ഫിഖൂൻ, മാത്രമല്ല അള്ളാഹുവിനോടുള്ള ഭയത്താൽ നടുങ്ങുന്നവരാണ്, അള്ളാഹു തൃപ്തിയുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ ഷഫാഅത്ത് ശാഫിഈങ്ങൾ ചെയ്യുള്ളൂ പരലോകത്തുള്ള. അഥവാ ദുനിയാവിലെ ഷഫാഅത്തുമായി തീർത്തും വ്യത്യസ്തമായുള്ള സംഗതിയാണ് പരലോകത്തെ ഷഫാഅത്ത്. ഷഫാഅത്ത് ആര് പറയണമെന്നും അതിന്റെ ബെനിഫിഷ്യറീസ് ആരായിരിക്കണമെന്നും എപ്പോ പറയണമെന്നും എങ്ങനെ പറയണമെന്നൊക്കെ തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. അഥവാ ദുനിയാവിലെ റെക്കമെൻഡ് എന്നുള്ള സംഗതിയായിട്ട് കുലബന്ധം പോലും പരലോകത്തെ ഷഫാഅത്തിന് ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ജനങ്ങളെ കാര്യമായി പഠിപ്പിക്കേണ്ട ഒരു വിഷയം. അതാണ് ഈ ആയത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഒരു പദപരമായ ഭാഷാപരമായ രഹസ്യം കൂടി പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞു. ഈ അത് എന്ന് പറയുമ്പോൾ ഈ ഹുവ മടങ്ങാനുള്ള അമീർ മുമ്പ് പറഞ്ഞിട്ടില്ല, പിന്നിലേക്കാണ് മടങ്ങുന്നത്.
സാധാരണ നിയമപ്രകാരം ഒരു ലമീർ പറയുമ്പോൾ അതിന് മർജിയിലേക്ക് മുന്നിൽ വേണം. ഇവിടെ പക്ഷേ മുഹറമനയക്കും എന്ന് പറഞ്ഞിട്ട് എന്താ പിന്നെ പറയാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ ഫിദ്യ സ്വീകരിക്കാൻ വേണ്ടി അവരെ മോചിപ്പിക്കാൻ വേണ്ടി മെനക്കെടുന്നു. ആ സമയത്ത് കിതാബിലെ ചരിതങ്ങൾ സ്വീകരിക്കുന്നു, ചരിതങ്ങൾ ധിക്കരിക്കുന്നു, അത് നിങ്ങൾക്ക് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വഹുവ മുഹറമുൻ അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് കാര്യം പറയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം അഥവാ ഹുവ എന്ന് പറയുന്ന ലമീറിന്റെ മർജിയിലേക്ക് മുന്നിലില്ല, ഉണ്ടെങ്കിൽ തന്നെ പിന്നിലേ ഉള്ളൂ എന്നുള്ളതാണ്. അതിന്റെ ചർച്ചയാണ് ഇവിടെ പറയുന്നത്. അന്ന ലമീർ അലി ഷഹീൻ, ഈ ഹുവ എന്ന് പറഞ്ഞാൽ അത് എന്ന് പറയുമ്പോൾ അത് എന്നൊരു വാക്കിന്റെ അർത്ഥമല്ല പറയുന്നത്. കാര്യം എന്താണ് പറയുന്നത്? കാര്യം എന്തെന്നാൽ നിങ്ങൾക്ക് ഹറാമാണ്. ഇതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ്, അതിനർത്ഥം പറയില്ല. ഖുൽ പറയാ, ഹുവ കാര്യം എന്തെന്നാൽ അള്ളാഹു അഹദ് എന്നാണ്, അള്ളാഹു അഹദാണെന്നുള്ളതാണ് കാര്യം. എന്ന പോലെ ലമീർ ഷഹീനായിട്ട് അതിനെ വായിക്കുകയാണ്. അന്ന ലമീർ അലി ഷഹീൻ ഇന്ദൽ മുഫസ്സിർ വൽ ജമാഹിർ, ഇവിടെ തഫ്സീർ പറയുന്ന റഷീദയും അതുപോലെ ജംഹൂറും ഒക്കെ അങ്ങനെയാണ് കാണുന്നത്. وقال أستاذ الإمام إن المعهود في كلام العرب أن الجملة التي تقضي الحال فيها بتقدم الاسم وتأخر الفعل. അതായത് അറബികളുടെ കലാമിൽ നിന്ന് നമുക്ക് മാറൂഫായ അല്ലെങ്കിൽ പരിചിതമായ സംഗതിയുണ്ട്. എന്താണ്? ഒരു വാചകം, ആ വാചകത്തില് മുക്തദൽ ഹാൽ, അതിന്റെ ഹാലിന്റെ മുക്തദ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഇസ്മു മുത്തഖദ്ദിമാവാനും ഫിയൽ മുത്താഖിർ ആവാനും, അല്ലെങ്കിൽ ഫിയലിന്റെ മുസ്തഖായിട്ടുള്ള എന്താണോ അത് മുത്താഖിർ ആവാൻ. അപ്പൊ ഫിയൽ സാധാരണ ആദ്യം വരും, ഇസ്മ അതിന് ശേഷം വരും. ഇവിടെ പക്ഷേ ഇസ്മ ആദ്യം, ഫിയൽ പിന്നെ. അത് ലാബുദ്ദാൻ ലമീറിൻ വരെ. അങ്ങനെ വരുമ്പോൾ ഈ ലമീറിനെ എത്തിമാദ് ചെയ്യാൻ ഒരു സംഗതി വേണം, ഒരു ലമീർ വേണം അവലംബിക്കാൻ. ഇവിടെ ബലീഗായിട്ടുള്ള, അതായത് ബലാഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ, അതാണ് ബുലഗ. ബുലഗിന്റെ സംസാരത്തിൽ ഇതിനനുകൂലമായ ഷവാഹിദ് ധാരാളമുണ്ട്. അതിൽ അവരുടെ ദൗക്കുകൾ എല്ലാം ഒരുപോലെ ഉണ്ടാവും. എന്നാൽ നഹ്വീങ്ങൾ ഇതിന് ഇറാബ് പറയുമ്പോൾ വ്യത്യസ്തമായ ഇറാബ് പറയും. ഹുവ മുഹറം എന്നുള്ളതിന് നഹ്വാരി ഇറാബ് പറയുമ്പോൾ ഹുവ അങ്ങനെയാണ് ഇങ്ങനെയാണ് ലമീർ ഷെയ്നാണ് അതാണ് അതൊക്കെ പറയാൻ വ്യത്യസ്തമാണ്. പക്ഷെ ദൗക്ക് എല്ലാവർക്കും ഒന്നാണ്. സംഗതി ആശയം ഒരുപോലെ ആസ്വദിക്കാനും മനസ്സിലാക്കാനും കഴിയും. നഹ്വീങ്ങൾക്ക് പറയാൻ അങ്ങോട്ട് തെറ്റാൻ അല്ലെങ്കിൽ ഇഖ്തിലാഫ് പറയാൻ വകുപ്പുണ്ടായി എന്ന് മാത്രം. അതേ ഉള്ളൂ അതിലുള്ള വിഷയം. ഇനി നമ്മൾ 87-ാമത്തെ ആയത്തിലേക്ക് വരികയാണ്. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ وَقَفَّيْنَا مِنْ بَعْدِهِ بِالرُّسُلِ وَآتَيْنَا عِيسَى ابْنَ مَرْيَمَ الْبَيِّنَاتِ وَأَيَّدْنَاهُ بِالرُّوحِ الْقُدُسِ أَفَكُلَّمَا جَاءَكُمْ رَسُولٌ بِمَا لَا تَهْوَى أَنفُسُكُمُ اسْتَكْبَرْتُمْ فَفَرِيقًا كَذَّبْتُمْ وَفَرِيقًا تَقْتُلُونَ. അപ്പൊ ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം തൊട്ട് ബനൂ ഇസ്രായേലിന്റെ അവസാനം വന്ന ഈസാ നബി വരെയുള്ള പ്രവാചക പരമ്പര അള്ളാഹു ഇങ്ങനെ ഒറ്റ ആയത്തോടെ പരാമർശിക്കുകയാണ്. പിന്നെ റുസുൽ എന്നൊരൊറ്റ വാക്കിലൂടെ മൂസാ നബിക്ക് ശേഷം പ്രവാചകന്മാരെ തുടരെ കൊണ്ടുവന്നു. ഖഫ എന്ന അത്ബാന പിന്നാലെ കൊണ്ടുവന്നു. പിന്നെ അവസാനത്തെ ആളെ ഈസാ നബി, അദ്ദേഹത്തിന് റൂഹുൽ ഖുദ്സിന്റെ തയ്യീദും കൊടുത്തു എന്നാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുക, നിങ്ങളുടെ നഫ്സിന് ഇണങ്ങാത്ത കാര്യവുമായി ഏതൊരു റസൂൽ വരുമ്പോഴും നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കാതെ കിബിർ കാണിക്കുകയാണോ? എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ നിങ്ങൾ കളവാക്കുകയും ഒരു കൂട്ടരെ കൊല്ലുകയും ചെയ്യുക എന്നുള്ള പണിയാണോ നിങ്ങൾ ചെയ്യാൻ ഒരുപ്പെടുന്നത്? അവർ ചെയ്ത പണി തന്നെ ചോദിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് അവർ ചെയ്ത പണിയാണ് ഖുർആനിലൂടെ ചോദിച്ചത് മാത്രം. ഇങ്ങനെയാണോ നമ്മൾ ചെയ്യാൻ പോണത് എന്നുള്ള ആൾക്ക് ചോദിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യമല്ല, അവർ ചെയ്ത കാര്യത്തെ പറ്റിയാണ് ഈ ഒരു സ്പീച്ചിൽ അള്ളാഹു പറയുന്നത്. പിന്നെ വഖാലു ഖുലൂബുനാ ഗുൽഫ് ബൽ അൻഹമുല്ലാഹു ബികുഫ്രിഹിം വഖലീലം മാ യുഅ്മിനൂൻ. അവർ പറഞ്ഞു ഞങ്ങളുടെ ഖൽബുകളൊക്കെയും മൂടിയിലാണ് എന്നല്ല കാര്യം, മറിച്ച് അള്ളാഹുവരുടെ കുഫ്റുകൊണ്ട് അവരെ ലാനത്തിലാക്കിയതാണ്, അവരെ ആട്ടി അകറ്റിയതാണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ അവരിൽ നിന്ന് വിശ്വസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മാത്രം കാര്യം അവർ വിശ്വസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മാത്രം ആൾക്കാരെ അവരിൽ നിന്ന് വിശ്വസിക്കുകയുള്ളൂ എന്ന് രണ്ടു അർത്ഥം പറയാവുന്ന ഒരു വാക്കാണ് ഖലീലൻ മാ യുഅ്മിനൂൻ എന്നുള്ളത്. അതിന്റെ തഫ്സീർ എന്താണെന്ന് നോക്കാം, അതിൽ കൂടുതൽ ക്ലിയർ ആവും. ഫീ സീറത്തിൽ ബശർ അന്നൽ ഉമ്മത്ത തുഅദു വതുൻസറു فتتعظ وتتدبر فإذا طال عليها الأمد بعد النذير تقسو القلوب ويذهب أثر الموعظة من الصدور وتفسق عن أمر ربها وتنسى ما لم تعمل به مما أمرت به أو تحرف عن موضعه بالهروب التأويل والزخرف القال والقيل. ولقد يكون للمتأخر منها بعض العذر لجهله بما فعل المتقدم وأخذه ما يؤسر عنه بتسليم لكمال الثقة وحسن الظن. ഇവിടെ റസൂലുള്ളാഹി സ്ഥാപിച്ചുകൊണ്ടിരുന്നത് മനുഷ്യന്റെ ചരിത്രത്തിൽ നിന്ന്
മഹൂദായ വളരെ അറിയപ്പെട്ടൊരു സംഗതി ഉണ്ട്. അത് ഇതാണ്: അന്നൽ ഉമ്മത്തെ തുന്തർ, ഒരു ഉമ്മത്തിന് ഉപദേശം കിട്ടും, താക്കീതോ കിട്ടും, വാത് കിട്ടും, ഇൻസാറ് കിട്ടും. അപ്പൊ തത്തദബ്ബർ, അവരാ വാത് ഉൾക്കൊള്ളുകയും ആ ഇൻസാറിനനുസരിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഒക്കെ മുന്നോട്ട് പോയി ചെയ്യും. എന്നിട്ട് എന്താവും? ഫൈദ ത്വാല അലൈഹൽ അമദ്, കാലം അവർക്ക് നീണ്ടുപോയാൽ എന്താവും? ബാദൻ നദീർ, ഈ നദീർ കഴിഞ്ഞിട്ട് കാലം ഒരുപാട് നീണ്ടുപോയാൽ, മുന്നറിയിപ്പ് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം വന്നാൽ തഖ്സുൽ ഖുലൂബ്, ഖൽബുകൾ കടുത്തു പോകും. വയദ്ഹബു അസറുൽ മുഅ്വിലത്തി മിന സുദൂർ, ആ ഉപദേശത്തിന്റെ സകല അസറും സദറിൽ നിന്ന് ഇല്ലാതായി പോകും. വതഫ്സുഖു അൻ അംരി റബ്ബിഹ, അവരുടെ റബ്ബിന്റെ കൽപ്പനയിൽ നിന്ന് അവർ തെന്നിത്തെറിച്ച് പുറത്തു പോകും. വതൻസ മാ ലം തഅമൽ ബി ബിമാ ഉൻസിറത് ബി, അവരോട് ഇൻസാർ ചെയ്തിട്ട് അവർ പ്രവർത്തിക്കാൻ കൂട്ടാക്കാതിരുന്ന കാര്യങ്ങളൊക്കെ അവർ മറന്നു തന്നെ പോകും. ഔ തുഹർരിഫുഹു അൻ മൗദിഇഹി, അല്ലെങ്കിൽ അവരുടെ ആ അംറിന്റെ സ്ഥാനത്ത് നിന്ന് അവരെ തെറ്റിക്കും. ബിൽ ഉറുബി തഅ്വീൽ, വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളിലൂടെ. വസുഖ്റുഫിൽ ഖാലി വൽ ഖീൽ, ഖാല ഖീല പോലുള്ള വാക്കുകളുടെ ചുറുക്ക് കൊണ്ട് അവർ പലതും പറഞ്ഞു തെറ്റും. വലഖദ് യകൂനു ലിൽ മുതാഖിർ മിൻഹാ ബഅദുൽ ഉദ്ർ, ഒരുപക്ഷെ അവരിൽ പിൻഗാമികളായി പിൽക്കാലക്കാരായി വരുന്ന ആളുകൾക്ക് ഇത്തിരി ന്യായം ഉണ്ടാവും. കണ്ണല് ജഹ്ലിഹി ബിമാ ഫഅല തഖദ്ദിം, മുൻഗാമി എന്ത് ചെയ്തു എന്നുള്ളത് തനിക്ക് അറിയില്ല എന്നുള്ളൊരു ന്യായം പറയാൻ അവർ ഒരുപക്ഷെ കുറച്ചാലത്തേക്ക് പറ്റും. വാഖിഹിമായ യുസ്റ അൻഹു തസ്ലീം, അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എന്താണോ അത് തസ്ലീമായിട്ട് പൂർണ്ണമായി സ്വീകരിക്കുക എന്നുള്ളതിന് അവർ ന്യായം പറയാം. ലി കമാൽ ശിഖ വഹുസ്നിൽ വന്നി, അവരെ കുറിച്ചുള്ള തന്നെ ഹസനായതുകൊണ്ടും അവരുടെ വിശ്വസ്തത സമ്പൂർണ്ണമായതുകൊണ്ടും അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പൂർണ്ണമായും തസ്ലീം ചെയ്തു, അംഗീകരിച്ചു എന്ന് പറയാൻ അവന് ന്യായം ഉണ്ടാവും. ബയ്യനല്ലാഹു തആല ഹാദിഹി സുന്നൽ ഇജ്തിമാഇയ്യ ഫി സൂറത്തുൽ ഹദീദ്, ഈ ഒരു സാമൂഹികമായ നടപടിക്രമം അല്ലാഹു സൂറത്തുൽ ഹദീദിലും വിവരിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു: അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ. അർത്ഥം പറഞ്ഞതിന് സമയം കളയുന്നില്ല, അത്രയും പരിചിതമായിരിക്കുന്നുള്ള എനിക്ക്. വലിഹാദാ ഖാല തആല യുർസിലു റുസുല ബഅദഹും ഫീ ഇസ്രി ബഅദ്, ഇതിനു വേണ്ടിയാണ് അല്ലാഹു പ്രവാചകന്മാരെ ബഅദഹും ഫീ ഇസ്രി ബഅദ്, ഒരു കൂട്ടരെ വേറൊരു കൂട്ടരുടെ പിന്നിലായി അയച്ചുകൊണ്ടേയിരുന്നത്. ഹത്തലായുൽ അമദുൽ ഇൻസാർ അലന്നാസ്, ഇൻസാർ കിട്ടിയിട്ട് കാലം വേറെ നീണ്ടുപോകരുത് എന്നുള്ള എനിക്ക്. ഫയഫ്സുഖു വയദില്ലു, അങ്ങനെ നീണ്ടുപോയാൽ അവർ ഫാസിഖീങ്ങളാവും, ളാലിങ്ങളാവും. അത് വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു അവർ മറക്കുമ്പോഴത്തേന് പുതിയ നബി അയക്കും. വലാ യഅരിഫു താരീഖു ഷാദ, ചരിത്രത്തിന് ഒരു സമുദായത്തെയും അറിയില്ല. ജാഅത് ബിഹി റസൂൽ തത്ര, പ്രവാചകന്മാരെ തുടർച്ചയായിട്ട് വന്നൊരു സമുദായം. ഷാദ് ഇസ്രായേൽ, ഇസ്രായേൽ സമുദായത്തെ പോലെ, ഇസ്രായേൽ സമുദായത്തെ പോലെ തുടർച്ചയായി പ്രവാചകന്മാർ വന്നൊരു സമുദായത്തെ ചരിത്രത്തിന് വേറെ അറിയില്ല. അത്രയേറെ പ്രവാചകത്വ പരമ്പര അവരുണ്ടായിട്ടുണ്ട്. ലിദാലിക കാനു ബിമഅസിൽ അൻ സിഹത്തുൽ ഉദ്ർ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്ർ സഹീഹാവുന്നതിൽ നിന്ന് അവർ വളരെ അകലെയായിരുന്നു. ഞങ്ങൾക്കറിയില്ല, ഞങ്ങളത് കേട്ടിട്ടില്ല എന്നുള്ള ഉദ്റുണ്ടല്ലോ, ആ ഉദ്ർ സഹീഹാവില്ല അവരുടെ കാര്യത്തിൽ. അതിന് അവർ വളരെ മഅസില്ല, അകലെയാണ്. ബി തൂലിൽ അമദ് അലൽ ഇൻസാർ, എന്ത് ഞങ്ങൾക്ക് ഇൻസാർ കിട്ടിയിട്ട് കാലം കുറയായി എന്ന് പറയാൻ അവർക്ക് എതിർ പറയാൻ കഴിയാത്ത വിധം അവർ അതിന് അകലെയാണ് നടത്തും. കാരണം തുടർച്ചയായിട്ട് അമ്പിയാക്കളുടെ സാന്നിധ്യമുണ്ട്. അഥവാ അവരൊരു എഴുതർ പറയുക, ഇല്ലത്ത് പറയുക വഴി അത് കബൂലാക്കാനുള്ള പ്രതീക്ഷ അവർക്ക് അവരുടെ കാര്യത്തിൽ ഇല്ല അർത്ഥം. ലിഹാദ ഖാല തആല ബഅദ കുല്ലി മാ തഖദ്ദം, ഇതുകൊണ്ടൊക്കെയാണ് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ശേഷമായിട്ട് അള്ളാഹു പറഞ്ഞത് വലഖദ് ആതൈനാ മൂസൽ കിതാബ് വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ ഫലം യമുറ സമൻ ബൈന മൂസ വഈസ ആഖിരി അംബിയായി. അതുകൊണ്ട് തന്നെ മൂസാ നബിക്കും ബനൂ ഇസ്രായേൽ അംബിയാക്കളുടെ കൂട്ടത്തിൽ അവസാനത്തെ ആളായ ഈസാ നബിക്കും ഇടയിൽ ഒരു കാലവും കഴിഞ്ഞിട്ടില്ല. ഇല്ലാ വകാന ഫീഹി നബിയ്യുൻ മുർസൽ ഔ അംബിയാ മുതഅദ്ദിദൂൻ യഅ്മുറൂൻ വയൻഹൗൻ, അള്ളാഹുവിൽ നിന്ന് ഇർസാലുള്ള ദൂതനായിട്ട് അയക്കപ്പെട്ട ഒരു നബി ഇല്ലാതെ, അല്ലെങ്കിൽ ഒന്നിലേറെ അമ്പിയാക്കൾ ഒരേ കാലത്തില്ലാതെ അവർ അമ്ര ചെയ്യുന്നു, നഹി ചെയ്യുന്നു. കനഹു യഖൂൽ, അള്ളാഹ് അങ്ങനെ പറയുന്ന പോലെയാണ് ഈ ആയത്തിൽ. യഅ്ലമു യാ ബനി ഇസ്രായേൽ, അല്ലയോ ബനി ഇസ്രായേൽക്കാരെ മനസ്സിലാക്കൂ, അന്നഹു ഇൻ കാന ലിതൂലിൽ അമദ് അൽ നബുവ വബുഅദിൽ അഹദ് ബിർറുസുൽ യദുൻ ഫി തഗ്യീറിൽ അല്ലാഹ് ബിനിസാനി ശറായി. വളവുകൾ, അതായത് സമൂഹത്തിന്റെ അവസ്ഥകൾ മാറ്റം വരുന്ന കാര്യത്തിലും ശരീഅത്തുകൾ വിസ്മരിക്കപ്പെടുന്ന കാര്യത്തിലും അമ്പിയാക്കൾ അയച്ചതിന് ശേഷമുള്ള കാലദൈർഘ്യം
എന്നതിന് എന്തെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ വക്കാന ഫീ ദാലിക വജ്ഹുൽ ഇസ്ദാരി ബഅദ മുതഅഖിരീൻ, പിൻഗാമികളായ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഉദ്ർ പറയുന്നതിന് ഒരു ന്യായം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ കാര്യം? തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. സുമ്മക്കാനും നമ്പിക്കും മാഹും മാക്കാൻ, എന്നിട്ടും എന്തൊക്കെയാണോ അവരുടെ നേരെ നിങ്ങൾ ചെയ്തത് അതൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ന്യായവും നിങ്ങൾക്കില്ല. അമ്പ്യാക്കളുടെ സാന്നിധ്യം ഉണ്ട്, എല്ലാ കാലത്തും അധ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്നർത്ഥം. ഇവിടെ ഈ പറഞ്ഞ കാര്യം ഒന്ന് ബുജ്മലായിട്ട് ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ത് ചെയ്തു? ബനൂ ഇസ്രായേൽ പ്രവാചകന്മാരെ പറ്റി ഒറ്റ പരാമർശം ഒരുമിച്ചാണ് നടന്നത്. എന്നാൽ പിന്നെ മസീഹ് അലൈഹി ഇസ്ലാമിനെ പറ്റി പ്രത്യേകമായി പറയുകയും ചെയ്തു. എന്നുള്ള വാക്യങ്ങളിലൂടെ എന്താ ബയ്യിനാത്ത്? ഫമൽ ബയ്യിനാത്തു ഫഹിയ മാ യതബയ്യനു ബിഹിൽ ഹഖ് മിനൽ ഹുജജ് അൽ ഖയ്യിമ വൽ ആയാത്തിൽ ബാഹിറ. ഹഖ് വെളിപ്പെടാൻ കാരണമാകുന്ന മൂല്യവത്തായ പ്രമാണങ്ങൾ, വളരെ സുവ്യക്തമായ ആയത്തുകൾ, അതിനാണ് ബയ്യിനത്ത് എന്ന് പറയുന്നത്. അൽ ഉസ്താദുൽ ഇമാം അൽ മുറാദ് ബിഹ മാ ദാ ഇലൈഹി മിൻ അഹ്കാമി തൗറാത്ത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് തൗറാത്തിന്റെ ഹുക്മുകളിലേക്കാണല്ലോ അദ്ദേഹം ക്ഷണിച്ചത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബയ്യിനാത്ത്. എന്നാൽ റൂഹുൽ ഖുദ്സോ, വഅമ്മ റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫഹു റൂഹുൽ വഹ്യി അല്ലദീ യുഈദുല്ലാഹു തആല ബിഹി അൻബിയാഹു യഖൂമു മആരിഫി. അമ്പിയാക്കളുടെ അഖലിനും അറിവിനും അല്ലാഹു തആല സപ്പോർട്ടായി കൊടുക്കുന്ന, പിൻബലമായി കൊടുക്കുന്ന വഹി എന്ന റൂഹാണ്, വഹി എന്നുള്ള ആ സ്പിരിറ്റാണ് റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ. അതിനാണ് അല്ലാഹു തആല പറഞ്ഞ വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ മാ കുൻത തദ്രീ മൽ കിതാബ് വലൽ ഈമാൻ എന്ന് പറഞ്ഞ ആയത്തിൽ പറയുന്ന റൂഹ് ഏതാണ്? വഹിയാണ്. വകദാലിക ഔഹൈനാ ഇലൈക, ഞാൻ നിങ്ങൾക്ക് വഹിയായിട്ട് നൽകി. എന്ത് നൽകി? റൂഹം മിൻ അംരിനാ, നമ്മുടെ കാര്യത്തിൽ നിന്നുള്ള ജീവൻ. ആ ജീവൻ അള്ളാഹു നൽകിയ വഹീനെ പറ്റി പറയുന്ന വിശേഷണമാണ് അർത്ഥം. എന്നിട്ട് പറഞ്ഞു മാ കുൻത തദ്രീ, നിങ്ങൾക്കറിയില്ലായിരുന്നു, മൽ കിതാബ് വലൽ ഈമാൻ, എന്താണ് കിതാബ് എന്നോ എന്താണ് ഈമാൻ എന്നോ നിങ്ങൾക്കറിയില്ലായിരുന്നു. മറിച്ച് അള്ളാഹു അവന്റെ ഇംഗിതം അനുസരിച്ച് വഹിയായി നൽകിയതാണ് എന്ന് നബിനോട് പറയുന്നത്. റൂഹുൽ ഖുദ്സ്, ഇവിടെ ഈ വഹി എന്ന റൂഹിനെ റൂഹുൽ ഖുദ്സ് എന്ന് പറയുമ്പോൾ എന്തിനാ പറയുന്നത്? ലിഅന്ന തഅലീം അല്ലദീ യകുൻ ബിഹി മുഖദ്ദസ് ഔ ലിഅന്നഹു യുഖദ്ദിസു നുഫൂസ് കമാ യുത്ലഖ അലൈഹി അർ-റൂഹുൽ അമീൻ. അതായത് ഈ തഅലീം, ഇത് പഠിപ്പിക്കുന്ന ആള് അദ്ദേഹം മുഖദ്ദസ, അല്ലെങ്കിൽ അദ്ദേഹം നഫ്സുകളെ തഖ്ദീസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ റൂഹുൽ അമീൻ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്, അഥവാ ജിബ്രീലിനെ പറ്റിയാണ്. നബിയൽ മുഹാ ഇലൈഹി യകൂൻ അലാ ബൈനത്തിൻ മിൻ റബ്ബിഹി, കാരണം വഹി കിട്ടുന്ന നബി തന്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ ബയ്യനത്തിലായിരിക്കും നിലകൊള്ളുന്നുണ്ടാവുക. ഫീഹി യഹ്മൻ മഹാ തൽബീസ്, ആ ഒരു ബയ്യനത്ത് കിട്ടിയാൽ അയാൾക്ക് തെൽബീസിൽ, ആ നബിക്ക് തെൽബീസിൽ നിന്ന് അമ്ന് കിട്ടും. തെൽബീസ് എന്നാൽ കൺഫ്യൂഷൻ ഫീമാ യുൽഖായിലൈഹി, തനിക്ക് വഹയായി കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയത്തിന്റെ പുകമറ, ഒരു കൺഫ്യൂഷൻ ഒരു നബിക്ക് ഉണ്ടാവുകയല്ല. വളരെ വ്യക്തമായി ഒതന്റിക് ആയ വിവരം അദ്ദേഹത്തിന് കിട്ടി എന്നുള്ള ബോധ്യം ഉണ്ടാവും വഹയിലൂടെ. ഖാല തആല നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ എന്നിങ്ങനെയുള്ളത്. അപ്പൊ റൂഹുൽ അമീനാണ് ഇത് ഇറക്കിയത് നിങ്ങളുടെ കൽബിലേക്ക്. എന്തിന്? നിങ്ങൾ മുൻദിരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായി തീരാൻ വേണ്ടിയിട്ട്. ഇത് റൂഹുൽ അമീനാണ് കൊണ്ടുവന്നത്, പിന്നെ വ്യക്തമായ അറബി ഭാഷയിലാണെന്നൊക്കെ അതിന് പിന്നാലെ പറയുന്ന ആയത്തുകളിലുണ്ട്. സുമഖൽ ഉസ്താദ്, പിന്നെ റഷീദുള്ള അബ്ദുൽ ഉദ്ധരിക്കുകയാണ്, മുഹമ്മദ് ജംഹുർ മുഫസ്സിരീൻ, പല വ്യാഖ്യാതാക്കളും പറയുന്നത് ഇലാൻ മുറാദ് ബി റൂഹുൽ ഖുദ്സ് അൽ മലക്കുൽ മുസമ്മ ബി ജിബ്രീൽ, ജിബ്രീൽ എന്ന പേരുള്ള മലക്കാണ് ഇവിടുത്തെ റൂഹുൽ ഖുദ്സ് എന്നാണ് പല മുഫസ്സിരീങ്ങളും പറയുന്നത്. യൻസിൽ അല്ലെങ്കിൽ യൻസിൽ അൽ അംബിയ, അംബിയാക്കളുടെ മുമ്പിൽ വന്നിറങ്ങുന്ന ജിബ്രീൽ. വമിൻഹു യസ്തമിദ്ദൂന ശറാഇ അനില്ലാഹി തആല, അള്ളാഹുവിന്റെ ശരീഅത്തുകൾ അമ്പിയാക്കൾ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിലൂടെയാണ്, ജിബ്രീലിലൂടെയാണ്. വഹുവ അലാ ഹദ്ദി ഖൗലിഹിം ഹാത്തിമുൽ ജൂദ്, അറബികള് ഹാത്തിമുൽ ജൂദ്, ധർമ്മിഷ്ഠൻ ആയിട്ടുള്ള ഹാത്തിമിനെ ഔദാര്യത്തിന്റെ ഹാത്തിം എന്ന് പറയാറുണ്ട്. ഹാത്തിം വാസ്തവത്തില് തന്റെ കൈ കിട്ടിയത് കൊടുക്കുന്ന ഒരാൾ മാത്രമാണ് എന്ന പോലെ റൂഹുൽ അമീൻ എന്ന് പറയുമ്പോൾ അത് ജിബ്രീൽ അലൈഹിസ്സലാം ആ റൂഹ് അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങി നബിക്ക് വഹയായിട്ട് കൊടുക്കുന്ന ആളാണ്. അപ്പൊ ആ പേര് അദ്ദേഹത്തിന് ചേർത്താണ് ഹാത്തിമുൽ ജൂദ് എന്ന് പറയുന്ന മാതിരി.
ദക്രബാദുഹും വരിഹൻ ആഖർ. എന്നാൽ വേറെ ചിലർ വേറെ ന്യായം പറഞ്ഞു. അഹുൽ മുറാദ് ബിഹ റൂഹുൽ ഈസാ നഫ്സുഹു. റൂഹുൽ ഖുദ്സ് എന്നാൽ ഈസാ നബിയുടെ റൂഹിന്റെ തന്നെ പേരാണ്. എന്നാൽ എന്തുകൊണ്ട് ഖുദ്സ് എന്നുള്ള ഖദാസത്തിന്റെ തഹാറത്തിന്റെ ഒക്കെ വസ്തു പറഞ്ഞു? അപ്പൊ വസ്ഫുഹ ബിൽ ഖദാസ വ തഹാറ ബിമാന ഇആദതിഹി മിന ശൈത്താൻ. ഈസാ നബി ജനിക്കുമ്പോൾ ഇന്നി ഉഈദുഹാ ബിക വ ദുരിയതഹാ മിന ശൈത്താനിർ റജീം എന്ന് സൂറത്തുൽ ആൽ ഇംറാൻ പറഞ്ഞല്ലോ. പിന്നെ ഈസാ നബിന്റെ ഉമ്മക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ശൈത്താനിൽ നിന്ന് രക്ഷ തേടുന്നതാണ്. അപ്പൊ ശൈത്താനിൽ നിന്നുള്ള ഇആദത്തുണ്ട് എന്നുള്ള ആൾക്കാണ് ഖദാസത്തിന്റെ തഹാറത്തിന്റെ ഒക്കെ പറയുന്നത്. അഞ്ഞിക്കൂനിലെ ഹർമം ഫീ. അപ്പൊ അതിന്റെ ആ പൈശാചിക സ്വാധീനത്തിനുള്ള മുക്തി, വിശുദ്ധി, അതൊക്കെ അദ്ദേഹത്തിനും ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഹല്ലുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം നഫ്സുകളെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന അധ്യാപനങ്ങളുമായി ഇഞ്ചീൽ തനിക്ക് അവതീർണമായി. അതുകൊണ്ട് ഈസാ നബിയെ റൂഹുൽ ഖുദ്സ് എന്ന് പറയുന്നു. വേറൊരു വ്യാഖ്യാനം ബൽ ഖാല ബഅ്ദുഹും, വേറെ ചിലർ പറഞ്ഞു ഇന്ന റൂഹുൽ ഖുദ്സ് വൽ ഇഞ്ചീൽ. റൂഹുൽ ഖുദ്സ് എന്ന ഇഞ്ചീൽ തന്നെയാണ്. വൽ മുറാദ് മിൻ കുല്ലി വാഹിദ് എന്നെല്ലാവരും പറഞ്ഞതിന് മുറാദ് ഒന്ന് തന്നെ. അന്നല്ലാഹു തആല അർസല ലഹിം ഈസ. സംഗതി എന്താ? അള്ളാഹു ഈസാ നബിയെ അയച്ചു. ബഅദ ളുഹൂരി റസൂൽ കസീരീന ഫീഹിം ബഅദ മൂസ. മൂസാ നബിക്ക് ശേഷം അനവധി അമ്പിയാക്കൾ അവർ ലാഹിറായിട്ടുണ്ട്. അതിനുശേഷം അവസാനം അള്ളാഹു ഈസാ നബിയെ അയച്ചു. അതാഹു മാലം യുഅ്തി കുല്ല റസൂലിൻ മിൻ ഉലൈക റസൂൽ. ആ അമ്പിയാക്കൾക്കൊന്നും നൽകിയിട്ടില്ലാത്ത സവിശേഷമായ ചില സംഗതികൾ അള്ളാഹു ഈസാ നബിക്ക് കൊടുത്തു. അതെന്താ? മിനൽ വഹി മിൻ ഖുവത്തി റൂഹ്. വഹി കൊടുത്തു, അഥവാ റൂഹ് എന്നുള്ള കഴിവ് കൊടുത്തു. വസക്കാഇൻ നഫ്സ് മകാരിമിൽ അഖ്ലാഖ്, അതേപോലെ വിശുദ്ധി, മഹനീയ സ്വഭാവ ഗുണങ്ങളൊക്കെ കൊടുത്തു. വനസ്ഖി ബാദൽ അഹ്കാം, ചില ഹുക്കുമുകൾ അള്ളാഹു നസ്ഖ് ചെയ്യുക എന്നുള്ളത് ഉണ്ടായി. വനസഖ ബാദൽ അഹ്കാം, ചില ഹുക്കുമുകളെ അള്ളാഹു നസ്ഖ് ചെയ്തു. വഖദ് കാന ഹല്ലുഹു മഅ ദാലിക മിൻഹും കഹല്ലി സാബിഖിഹി അല്ലദീന ലം യുഅ്തു മിനൽ മവാഹിബ് മിസ്ല മാ ഉതിയ. എന്നാൽ ഇതൊക്കെ കൊടുത്തിട്ട് അവരുടെ ഹല്ല് എന്താണ്? അവർ മുൻഗാമികളെ പോലെ തന്നെ ഒരു മൗഹിബത്തും കിട്ടാത്തവരെ പോലെയായി. ഇതൊക്കെ കിട്ടിയിട്ടും ഏറെ അവർക്ക് കൊടുത്തിട്ടും അവർ അതിൻ്റെ ഒന്നും ഗുണം ഉൾക്കൊള്ളാതെ താന്തോന്നികളായി മാറി. അപ്പൊ ഒന്നും കിട്ടിയിട്ടില്ലാത്തവരെ പോലെ അവരാകാണ് ഉണ്ടായത് എന്നർത്ഥം. എന്തായിരുന്നു ഹല്ല്? മാതാക്കാന ഹല്ദു ഉലൈക റസൂൽ മിൻ ബനി ഇസ്രായീൽ. ബനി ഇസ്രായേലിലെ ഈ ദൂതന്മാർക്ക് വന്ന ഹല്ല് എന്താ? കാന ഹല്ലുഹും മിൻഹു മാ അഫാദഹുൽ ഇസ്തിഫാം തൗബീഖി. അതാണ് ഇവിടെ അള്ളാഹു വളരെ അങ്ങേറ്റം അവരെ മോശമാക്കുന്ന ഒരു ചോദ്യത്തിലൂടെ ഉദ്ധരിച്ച വിഷയം. അഫകുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വാ അൻഫുസുകും ഇസ്തക്ബർതും. നിങ്ങളുടെ മനസ്സിനിണങ്ങാത്ത കൽപ്പനയുമായിട്ട് ഓരോ റസൂൽ വരുമ്പോഴും നിങ്ങൾ സ്വീകരിക്കാതെ അഹങ്കരിക്കല്ലേ ഉണ്ടായത്? അതാണോ ചെയ്തത്? ഫത്തബഅതുമുൽ ഹവാ വഅതഅതുമുശ് ശഹവാത്ത്. ഹവയുടെ പിന്നാലെ കൂടി ശഹവത്തുകൾക്ക് അനുസരണം കൊടുത്തു. വഅസൈതും റസൂൽ, അമ്പിയാക്കളോട് ധിക്കാരം കാണിച്ചു. ഇതെല്ലാം ഉണ്ടായത്. ഇഖ്തമൈതും അലൈഹിം മൻ അൻദറൂകും വദഅഉകും ഇലാ അഹ്കാമി കിതാബിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് അവർ ഇൻദാർ നൽകിയത് നിങ്ങൾ അവരുടെ നേരെ ഒരു എന്താ പറയാ പിന്നെ എതിർപ്പ് സ്വീകരിച്ചു. അതുപോലെ അള്ളാഹുവിന്റെ കിതാബിന്റെ ഹുക്മിലേക്ക് ക്ഷണിച്ചു. ഫരീഖൻ കദ്ദബതും വഫരീഖൻ തഖ്തുലൂൻ. ഒരു കൂട്ടർ നിങ്ങൾ നിഷേധിച്ചു, വേറൊരു കൂട്ടർ നിങ്ങൾ കൊലപ്പെടുത്തുകയും ചെയ്തു. കാരണം മഹൽ ഫി തഖാതുബ കലാമിൻ നാസ് അൻ തുദ്കർ ഹാദിൽ മസാവി സുമ യുബഹുൻ അലൈഹ. സാധാരണ ഒരു അഡ്രസ് ചെയ്യുന്ന മുഖാത്തബിനോട് സംസാരിക്കുന്ന സംഗതിയിൽ, അതേപോലെ ആൾക്കാരുടെ സംസാരിക്കുന്ന കൂട്ടത്തില് മാഹൂദായ അംഗീകരിക്കപ്പെടുന്ന രീതിയാണ് തെറ്റുകുറ്റങ്ങളൊക്കെ പറയാം. തെറ്റുകുറ്റങ്ങളൊക്കെ ഇന്നൊക്കെ ചെയ്തു നിങ്ങൾ ചാർജ് ഷീറ്റൊക്കെ പറഞ്ഞ ശേഷം സുമ്മ യുബഹുൻ അലിഹ, പിന്നെ അവരതിന് അങ്ങേറ്റം മോശക്കാരായി, അല്ലെങ്കിൽ അവരോടുള്ള പിന്നെ അങ്ങേറ്റത്തെ തൗബീഖ് കൊടുക്കുക, അവരെ നാണം കെടുത്തുന്നുള്ളത്. തവാഹഫുൽ ഖിതാബ് വാദ്മൽഹാബിൽ ഇസ്തിഫാം. പക്ഷെ അത്തരം ഒരു തൗബീഖ് അള്ളാഹു തആല എന്ത് ചെയ്തില്ല? അങ്ങനെ പറഞ്ഞില്ല. മറിച്ച് ആ തൗബീഖ് അള്ളാഹു ഖിതാബ് തന്നെ ഉൾക്കൊള്ളിച്ചു. ഇസ്തിഫാമ തന്നെ അത് ദം ചെയ്തു, അഥവാ അതിൽ മെർജ് ചെയ്തു. എന്തിനാ? ലിതുഫാജി അൻ-നുഫൂസ് ബിഖുവ്വത്തി തശ്നിയ വതഖ്ബീഹ്. അവർ ചെയ്തത് വളരെ ശനിയാണ്, വളരെ ഖബീഹാണെന്നുള്ള പരാമർശം അതിശക്തമായിട്ട് അവരുടെ മനസ്സിൽ മുഫാജഅത്തായിട്ട് വരാൻ വേണ്ടി, എന്നുവെച്ചാൽ ഓർക്കാപ്പുറത്ത് അവരുടെ മനസ്സിൽ ഈ ചിന്ത വരാൻ വേണ്ടി, അതാണ് മുഫാജഅത്ത്. അപ്പൊ തബ്റുസ് ഹാഫിസ് സൗബിൽ ഇൻകാർ വ തൗബീഖ്. മാത്രമല്ല, ഇത് അങ്ങേറ്റത്തെ അവരോടുള്ള ഇൻകാറിന്റെയും തൗബീഖിന്റെയും അവരെ അങ്ങേറ്റം പിന്നെ ഭത്സിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദത്തിൽ, ഒരു സൗബിൽ ഇത് പ്രത്യക്ഷപ്പെടണം എന്നുള്ള ആൾക്കാണ് അള്ളാഹു അങ്ങനെ ഒരു ശൈലി കൊണ്ടുവന്നത്. അപ്പൊ ഫിദാലിക്കൽ ഈമാഉ, അതിനകത്തൊരു ഒരു സൂചന ഉണ്ട്. എന്താ സൂചന? ഇല്ലാൻ ഹാജിൽ മുആമലത സുആ, ഈ മോശമായ പെരുമാറ്റം ഉണ്ടല്ലോ,
മിമ്മാ ലാ യഖ്ഫാ ഖബറുഹ, അതിന്റെ ഖബർ ഖഫിയാവാത്ത ഒരു സംഗതിയാണ്. അത് വളരെ വാളിഹാണ്. വലാ തഗീബൻ ലിൻകാരി സൂറുഹ, അതിന്റെ സൂറത്തുകൾ ഇത് നിഷേധിക്കുന്നതിൽ നിന്ന് എന്തായില്ല, ഗായിബായി പോകുന്നില്ല. വലാ യൻബഗി ലിൽമാഉ ഇലൈഹ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള ഒരു ശ്രദ്ധ ആവശ്യം വരുന്നില്ല. ഇല്ലാ ഫി സിയാഖി തഖ്രീഇ മുജ്തരിഫിഹ, ഈ പാപം ചെയ്ത ആളുകളെ തഖ്രീർ ചെയ്യുന്ന ഒരു നേരത്തല്ലാതെ, തഖ്രീർ എന്ന തൗബീഖ് തന്നെ, അങ്ങേയറ്റം ഭത്സിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തല്ലാതെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയുള്ളതാണ്. വഹദമിൻ ഇജാസിൽ ഖുർആൻ, ഖുർആനിന്റെ ഒരു ഇജാസ് പ്രയോഗമാണ്. അല്ലാതെ ലാ യഅർജു ഇലൈഹി ഫിക്റുൽ ഇൻസാൻ, അത്തരം ഒരു ഇജാസിലേക്ക്, സാഹിത്യത്തിലേക്ക് മനുഷ്യന്റെ ചിന്തക്ക് കയറി എത്താൻ കഴിയില്ല. അത്തരം ഒരു ഇജാസാണ്. ഒന്നു കൈഫ അവറദ ഖബറൽ ഖത്ൽ ബിസീഗത്തിൽ മുളാരി, ഇവിടെ നടന്നു കഴിഞ്ഞൊരു കൊലപാതകത്തെ തഖ്തുലൂന എന്നുള്ള സീഗത്തുൽ മുളാരിയിലൂടെ അള്ളാഹു തആല കൊണ്ടുവന്ന രീതി നോക്കും. അല്ലത്തി തദ്ദുലു അലൽ ഹാൽ, മുളാരി എന്ന് പറഞ്ഞാൽ ഹാലിനെ സൂചിപ്പിക്കുന്ന ആ വാക്കാണല്ലോ. എന്തിനാ അങ്ങനെ കൊണ്ടുവന്നത്? ലിസ്തിഗ്ലാർ തിൽക സൂറ അൽ ഫളിയ, ആ മോശം കാര്യം ഇപ്പോഴും മനസ്സിൽ ഹാജരാക്കാൻ വേണ്ടി. മറ്റേ കഴിഞ്ഞ സംഗതി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പണ്ടെന്ന് നടന്നു, ഓക്കെ അത് കഴിഞ്ഞു എന്നുള്ള ഒരു, ഇത് നിങ്ങൾ കൊല്ലുന്നു, നിങ്ങൾ കൊല്ലുവാതകം നടത്തുന്നു എന്ന രീതിയിൽ പറയുമ്പോൾ എന്തായി, ആ സുഹൃത്ത് ഇങ്ങനെ ഹാജറാകും മനസ്സിൽ. അതിനു വേണ്ടിയാണ്. അപ്പൊ തംശീലിഹ ലിസ്സാമി, ഇത് കേൾക്കുന്ന ആൾക്ക് അതിന്റെ മസലയുടെ പ്രത്യക്ഷപ്പെടും. ഹത്തായി മസലഹ ഫിൽ ഖയാൽ, അവന്റെ ഖയാലിൽ അതിന് മസല അവന് കൊടുക്കാൻ പറ്റും. അതിന് കണ്ണ് കാണുന്ന, ഭാവനയിൽ കാണുന്ന അവസ്ഥ വരും. എത്ര കഴിഞ്ഞാലും മറത്തലിഹൽ ഖുറൂൻ വൽ അഹ്വാൽ, കാലവും കോലവും എത്ര അതിന്റെ മേലെ കഴിഞ്ഞാൽ പോലും ലഅൻഹ അഫാഈലു ലാ തഖ്ലഖു ജദ്ദതുഹ ലാ തഖ്ലഖു ജിദ്ദതുഹ വദിമാഉൻ ലാ തതീറു റഗ്വതുഹ വഇൻ മിസ്ല ഹാദ التعبير لا يمثل تلك الصورة المشوهة لأن الألفاظ إذا قرأت الذهن بمفهومها يتناول الخيال ذلك المفهوم ويصبره بالصورة اللائقة به فيكون له من التيسير ما يناسبه. പറയാം. അപ്പൊ എന്താണ്ടാവുക വെച്ചാൽ لأنها أفاعيل لا تخلق جدتها, എത്ര കാലം കഴിഞ്ഞാലും ഇത് മനസ്സിന്ന് പോലെ അറിയാൻ കാരണം ഒരിക്കലും ജിദ്ദത്ത് പഴകിപ്പോവാത്ത ചെയ്തികളാണിവർ. എന്നുവെച്ചാൽ അത് പുതുമയോടുകൂടി തന്നെ നിലനിൽക്കും എന്നർത്ഥം. അത്രയും കിരാതമായ കാര്യമാണ് ചെയ്തത്. അതേപോലെ ദിമാമുല്ലാത്ത തീറു റഹവത്ത്, ഇതിന്റെ ഇത് ചില രക്തമാണ്, അവർ ഒഴുക്കിയ രക്തം, അതിന്റെ റഹവത്ത് പാറിപ്പോകില്ല. റഹവത്ത് തന്നെ അതിന്റെ നരണ്ടല്ലോ, അത് പാറിപ്പോലാണ്. ആ രക്തപടങ്ങനെ എപ്പോഴും തളം കെട്ടി നിൽക്കുന്ന അർത്ഥത്തിലാണ്. താബിർ, ഇത്തരം ഒരു ശൈലി സൂറത്തുൽ മുശവ്വഹ, അവർ ചെയ്ത വളരെ വികൃതമായ ആ രൂപം ഉണ്ടല്ലോ, ആ കൊലപാതകം, അതിനെ ശരിക്കും തസ്വീർ ചെയ്യുന്നുണ്ട്. എന്നാൽ അൽഫാം എന്താ കാര്യം, ഈ പദങ്ങൾ ഇത് മഫ്ഹൂമിഹ, ആ പദങ്ങളുടെ ആശയവുമായിട്ട് മനുഷ്യന്റെ ദിഹ്നിനെ വന്നുകിട്ട് മുട്ടിയാൽ യതനാവലുൽ ഖയാൽ ദാലിക്കൽ മഫ്ഹൂം, ആ ഒരു മഫ്ഹൂം ഖയാൽ ഏറ്റെടുക്കും. സൂറത്തിൽ ലായിഖ ബിഹി, എന്നിട്ട് അതിന് അനുയോജ്യമായ സൂറത്തിൽ അത് ഖയാൽ നമുക്ക് ചിത്രീകരിച്ച് കാണിച്ചു തരും. ഫൈക്കുലഹുവിന്റെ തഹ്സീർ മാ യുനാസിബു, അപ്പൊ അതിന്റെ തഹ്സീർ, അതിന് അനുയോജ്യമായ വിധം ആ തഹ്സീർ ഉണ്ടാകും എന്നർത്ഥം. മുർസലീൻ സക്കരിയ വയഹ്യ അലൈഹിസ്സലാം, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ നിന്ന് സക്കരിയ നബിയെയും യഹ്യ അലൈഹിസ്സലാം അവർ കൊന്നു. ഇങ്ങനെ റിവായത്തുണ്ട്, അന്നഹും ഖതലു ഫി യൗമിൻ വാഹിദ് 150 നബിയ്യൻ, ഒരൊറ്റ ദിവസം കൊണ്ട് 150 അമ്പിയാക്കൾ അവർ കൊന്നു എന്ന് റിവായത്തുണ്ട്. ഫൈൻ സഹഹ ഹാദ, ഈ റിവായത്ത് ശരിയാണെങ്കിൽ ഫൽ മുറാദ് ബിലാക്കിൽ അംബിയ, ഈ അമ്പിയാക്കൾ എന്ന് പറഞ്ഞൊരു ഉദ്ദേശം മൻ കാനത്ത് നുബുവത്തുഹും മഹ്സൂറത്തുൻ ബിദ്ദഅവ ഇലാ ഇഖാമത്തി തൗറാത്ത്, തൗറാത്ത് അല്ലാഹു കൊടുത്തതിന് ശേഷം ഈ തൗറാത്ത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ദഅവത്ത് നടത്തിയിരുന്ന ആ ദഅവത്തിന് മാത്രം അല്ലാഹു നബിയായിട്ട് അയച്ച അമ്പിയാക്കളാണ് ഉദ്ദേശം എന്ന് മനസ്സിലാവും. ദലീലുഹ മഹ്സൂറൻ ഫിൽ ഇംബാ ബഅദൽ മഗീബാത്ത്, മാത്രമല്ല അതിന്റെ ദലീല് ചില മഗീബാത്ത് അറിയിക്കുക എന്നുള്ളതിൽ മാത്രം പരിമിതമാണ്. മഗീബാത്ത് എന്ന ഗൈബിയായ കാര്യങ്ങൾ. ഒക്കാൻ ഹാദൽ ഫരീഖ് മുൻതശിറൻ, ഈ ഒരു വിഭാഗം ഫി അസ്ബാത്തി ബനി ഇസ്രായേലിന്റെ സന്തതി പരമ്പരയിൽ ധാരാളം ഉണ്ടായിരുന്നവരാണ്. കസീറൻ ബി കസ്റത്തിഹിം, ബനി ഇസ്രായേൽക്കാർ എത്ര അധികം ഉണ്ടോ എത്രയും അധികം ഈ ടീമും ഉണ്ടായിരുന്നു എന്നാണ്. ഒരു കാര്യം കൂടി വായിക്കാല്ലേ. ഫി ഹാദിൽ ആയ ഹജ്ജത്താനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ന്യായങ്ങളുണ്ട്, 2 ഹുജ്ജത്തുണ്ട്. പിന്നെ ഹുജ്ജത്തുൻ അലാ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേൽക്കാർക്ക് എതിരായിട്ടുള്ള ഒരു ഹുജ്ജത്താണ്. ഹുജ്ജത്തുൻ അലാ അല്ലദീന യഅജബൂന ലിഅദമി ഈമാനിഹിം ബിഹി വഇജാബത്തിഹിം ദഅവതിഹി,
ഈ നബിയോടുള്ള നബിയുടെ ദാവത്ത് സ്വീകരിക്കാതെ, നബിയെ വിശ്വസിക്കാതെ നിന്നിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ അതിൽ അത്ഭുതം കൊള്ളുന്ന കാഫര്യങ്ങൾ, പിന്നെ കുഫറിൽ അത്ഭുതം കൊള്ളുന്നവർ, അവർക്കെതിരെയുള്ള ന്യായമുണ്ട്. ഓ ബയാനു അന്നൽ മുജാഹദ വൽ മുആനദ മിൻ ശഅനിഹിം വമാ യർഹു മിൻ ശഅനതിഹിം വനാസബ ബഅദ ഹാദാ അൻ യുദ്കറ മാ കാനു യഅതദിറൂന ബിഹി മിനൽ ഈമാൻ ബിഹി. മാത്രമല്ല ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇത് അൽ മുജാഹദ വൽ മുആനദ, ഇവരുടെ ഈ നിഷേധം, സത്യത്തോടുള്ള ഈ ധിക്കാരം, അത് മിൻ ശഅനിഹിം, അവരുടെ സ്വഭാവത്തിൽപ്പെട്ട തന്നെയാണ്. വമാ യർഹു മിൻ ശഅനതിഹിം, അവരുടെ ഒരു ഷൻഷൻ, ഒരു ചാഞ്ചാട്ട രോഗം, അതിന്റെ പിന്നെ മാറൂഫായ രീതിയാണ് ഇവരുടെ ഈ നിഷേധം എന്നാണ്. നാസബാധഹാദ, ഇതിന് ശേഷം ഇത് യോജിക്കുകയാണ്. എന്തിനു യോജിക്കുന്നു? അന്യുക്കറമാക്കാൻ യാത്തറും ബിഹി, അവർ ന്യായം പറഞ്ഞിരുന്ന കാര്യത്തെ യദ്കുറ, പരാമർശിക്കാൻ, അനിൽ ഈമാൻ ബിഹി, നബിയെ വിശ്വസിക്കാതിരിക്കാൻ അവർ ന്യായം പറഞ്ഞു. വൽ ഇദ്ദാബി കിതാബിഹി, നബിയുടെ കിതാബ് സ്വീകരിച്ച് ഹിദായത്തിൽ വരാതിരിക്കാനുള്ള ന്യായം അവർ പറഞ്ഞു. ബാ തഹ്ദീർ ദഅവ വ ഇഖാമത്തുൽ ഹജ്ജ, ഈ ദഅവത്ത് അംഗീകരിക്കുകയും ഹജ്ജത്ത് നിലനിർത്തുകയും ചെയ്ത ശേഷം വഖാല, അപ്പോ അള്ളാഹുവിന്റെ നബിയുടെ ദഅവത്ത് ഉണ്ടായി, ഹജ്ജത്ത് അവർക്ക് വ്യക്തമായി, എന്നിട്ട് അവരെ സ്വീകരിക്കാതിരുന്നു. അതിനവർ പറഞ്ഞ ന്യായം ഖുലൂബുന ഗുൽഫ് എന്നാണ്. ഖുലൂബുന ഗുൽഫ്, അൽ ഗുൽഫ് ബി ലമ്മിൻ വസുക്കൂൻ, ഗുൽഫ് ഓ ലമ്മും ലി സുക്കൂൻ, അതാണ് ബി ലമ്മിൻ വസുക്കൂൻ. എന്നാ ബി ലമ്മത്തൈനി ഗുലുഫ് എന്നും പറയാം. ജമ്മു അഗ്ലുഫ്, അഗ്ലുഫ് എന്നുള്ളതിന് ജമ്മാണ്. വഹുവ യുഹീതു ബിഹി ഗിലാഫ് യംനഉ അൻ യുസീബഹു ശൈ. എന്താണ് ഗുൽഫ് എന്ന് പറഞ്ഞാല്? ഒരു സംഗതിയുടെ പുറമെയുള്ള കവർ, ആ കവറിങ് എന്ത് ചെയ്യുന്നു? അതിലേക്ക് എന്തെങ്കിലും ഒന്ന് എത്തിച്ചേരുന്നതിനെ തടയുന്നു. അങ്ങനത്തെ കവറിങ്ങിനാണ് ഗുൽഫ് എന്ന് പറയുന്നത്. വൽ മുറാദ്, ഒരു പറഞ്ഞ എന്താ? അന്നല്ലാ നാഖിൽ ഖൗലക്, നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുകയില്ല, കാരണം അവരുടെ ഖൽബ് ഗുൽഫിലാണ്. വലാ യൻഫദു ഇലാ ഖുലൂബിനാ മഫ്ഹൂം ദഅവതിക്, നിന്റെ ദഅവത്തിന്റെ ആശയം ഞങ്ങളുടെ ഖൽബിലേക്ക് കടന്നു വരില്ല. അതാണ് അവർ പറഞ്ഞത്. ഫഖാഹു ബിഖൗലി ബിമാന ഖൗലിഹി തആല വഖാലു ഖുലൂബുനാ ഫീ അകിന്നതി മിമ്മാ തദ്ഊന ഇലൈഹി വഫീ ആദാനിനാ വഖർ വമിൻ ബൈനിനാ വബൈനിക ഹിജാബ്. ഒരു മൂന്ന് കാര്യമായിട്ടാണ് പറഞ്ഞത്. ഒന്ന്, നീ ക്ഷണിക്കുന്നതിൽ നിന്ന് ഞങ്ങളുടെ കൽബ് അക്കിന്നത്തിലാണ്. കിനാൻ എന്നാൽ മൂടിക്കകത്താണ്. ഞങ്ങളുടെ കൽബ് അങ്ങോട്ടും ഒന്നും കടന്നു ചെല്ലൂല. ഇനി വഫീ ആദാനിനാ വഖർ, ഞങ്ങളുടെ കാതുകളിൽ, ഞങ്ങളുടെ കർണപടങ്ങളിൽ അടപ്പുണ്ട്. പിന്നെ മൂന്നാമത് വമിൻ ബൈനിനാ വബൈനിക ഹിജാബ്, നിന്റെയും ഞങ്ങളുടെ ഇടയിൽ ഒരു ഹിജാബ് ഉണ്ട് എന്നും പറയണ്ടായി. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഖുലൂബുനാ ഗുൽഫ് എന്നുള്ള ഈ ആയത്തിലെ പരാമർശവും എന്നാണ് പറയുന്നത്. ഇനി അതിന് അല്ലാഹു തആല റദ്ദ് ചെയ്തു, ഖണ്ഡിച്ചുകൊണ്ടാണ് അടുത്ത പാരഗ്രാഫിലൂടെ വരുന്നത്. ഇൻഷാ അല്ലാഹ് പിന്നെ വായിക്കാം.